മുമ്പ് രണ്ട് പ്രേക്ഷകർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ശിവദാസൻ, ബാലരാമപുരം. ശിവദാസൻ, എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? നമസ്കാരം മേഡം. നമസ്കാരം, പറയൂ. അതായത് നമ്മളെ വീടും ഒരു മോൾ ജനിച്ചാൽ ആ നമ്മളെ വീടും പോകുന്ന വീടും അവരുടെ വീട് തന്നെയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് ഇന്നുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് പക്വത സ്ഥാനം വളരെ കുറവാണ്. ഫുൾ പേ ചെയ്യുമ്പോഴുള്ള ജീവിതങ്ങളാണ്. പക്ഷേ ഒരു മോളെ വിവാഹം കഴിച്ച് അതിൽ അയക്കുമ്പോൾ നമ്മൾ തിരക്കുമല്ലോ, പയ്യൻ എങ്ങനെയാണ്, പയ്യന്റെ ആൾക്കാരെങ്ങനെയാണ്, എന്താണ് ജോലി, അവന്റെ സ്വഭാവം എങ്ങനെയാണ്, എല്ലാം നോക്കിയല്ല അയക്കുന്നത്. അതേപോലെ ഒരു മോളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പല പ്രശ്നം ഉണ്ടായി. ആ കൊച്ചു മരിക്കുമ്പോഴാണ് അറിയുന്നത് ഇനിയൊരു അമ്മമാർക്കും ഇനിയൊരു അവസരം വരരുതേ. ഈ മാധ്യമങ്ങളിലും കേറിയിരിക്കുന്ന എല്ലാവരും പറയുന്ന ആദ്യത്തെ വാക്ക്, എന്റെ മോക്ക് വന്ന അനുഭവം ഇനി ആർക്കും വരരുതേ. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും വരുന്നു? നമ്മൾ മോളെ വിവാഹം കഴിച്ച് അയച്ചാൽ മക്കളായിരുന്ന പോലും നമ്മളെ മക്കളെ തേടിപ്പോണം. മാക്സിമം ക്ഷമിച്ച് എന്റെ മോക്ക് ആപത്താണ് എന്ന് തോന്നുമ്പോൾ അച്ഛനും അമ്മയും പട്ടിണി കിടന്നാൽ പോലും ഒരു നേരം ആഹാരം കിട്ടിയാൽ പോലും വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തി അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടപ്പെട്ടവർക്കുമാണ്. എന്തിനും ഏതിനും കോടതി കോരി കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷനെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ രാത്രി പോവാം, പകല് പോവാം, എന്റെ ഇഷ്ടമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണെന്ന് കൊടുത്തത് കോടതി തന്നെയാണ്. അതേ കോടതിയാണ് എന്റെ പെങ്ങളെ ഇവർ സംരക്ഷണം കൊടുക്കുന്നതും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പണ്ടത്തെ കാരണവന്മാർ നമുക്ക് തന്ന ആദരവ്, പണ്ടത്തെ അച്ഛനമ്മ തന്ന അറിവ്, പണ്ടത്തെ അവരുടെ സ്വാതന്ത്ര്യം അത് ഇന്ന് നിലനിർത്തണം. നിർബന്ധമായും ഒരു ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും പറയുന്ന ഭർത്താവും കേൾക്കണം, ആ സ്ത്രീയും കേൾക്കണം. ഇന്നുള്ള ഭർത്താക്കന്മാർ സ്ത്രീമാരുമാണ് ഇന്നത്തെ വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കുകയും പട്ടിണിയാവാം, സുഖമാവാം, നല്ല ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുക. ശരി, വളരെയധികം നന്ദി ശ്രീ ശിവദാസൻ. ഇനിയും പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായും താങ്കളുടെ വാക്കുകളോട് യോജിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ അഭിപ്രായത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. താങ്കളുടെ അഭിപ്രായമാണ് പറയുന്നത്. എങ്കിലും ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുക എന്നുള്ള ആ വാക്കുകൾ ഇനിയെങ്കിലും നമ്മളത് മാറ്റി നിർത്തണം. അയക്കണ്ട, കല്യാണം കഴിച്ചാൽ മതി. ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, എവിടെ വേണമെങ്കിലും നിൽക്കാം എന്നുള്ളതാണ്. ഉഷ എന്ന പ്രേക്ഷക ചേരുന്നു, വിശാഖപട്ടണം. ഉഷ, പറയൂ. ഒന്നുമില്ല. നമസ്തേ. നമസ്കാരം. പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അച്ഛനും അമ്മയുടെയും ബാധ്യത തീർന്നു. ഇനിയും ഞങ്ങൾക്ക് ബാധ്യതയില്ല. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ ജീവിച്ചോണം. എന്നാൽ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അറിഞ്ഞാലും അഡ്ജസ്റ്റ് ആയിപ്പോ ജീവിക്കണം. അഡ്ജസ്റ്റ് ആയിട്ട് ഈ പറയുന്ന പഴയ കാലത്തെ ആ വാക്കുകൾ നിർത്തിയിട്ട് നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും അവർ കല്യാണം കഴിച്ചു വിട്ടു, അത്ര വരെ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവരുടെ ബാധ്യത തീർന്നെന്ന് വിചാരിച്ചാല് കുട്ടികൾ നമ്മൾ വളർത്തിയ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി, മോളെ എന്താ നിന്നെ വളർത്തിയ നിന്നിലുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് അമ്മയോട് പറ എന്ന് അമ്മ അന്വേഷിച്ചറിയണം. ഇവിടെ വീടുകളിൽ സംഭവിക്കുന്നത് അച്ഛന്മാര് ചിലര് ഭയങ്കര ദേഷ്യക്കാരും ആങ്ങളമാരും ഉണ്ട്. അവരറിയാതെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി അമ്മ ഒറ്റയ്ക്ക് അറിഞ്ഞാലും അറിയാത്തതുപോലെ നിൽക്കേണ്ട വരുന്ന അവസ്ഥകൾ പല അമ്മമാർക്കും. താങ്കൾ പറഞ്ഞ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഉഷ. കാരണം വിസ്മയുടെ കേസിൽ വിസ്മയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വിസ്മയുടെ അമ്മയ്ക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു, പക്ഷേ അമ്മ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചു എന്നുള്ളത്. ഞാൻ ഉമാ നായരിലേക്ക് പോകുന്നു. ശ്രീമതി